ഒന്നാകെ ഒഴുകിപ്പോവുകയാണ് കോൺഗ്രസ്. രാജ്യത്തെ കോൺഗ്രസിനെ കുറിച്ച് ഇപ്പോൾ ഇതാണ് പറയേണ്ടത്. സമാധാനം തേടി ഭാരത് ജോഡോ യാത്ര ഇടയ്ക്ക് നിർത്തി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമ്പോൾ ആകെ അന്താളിപ്പിലാവുന്നത് ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വമാണ്. ഓരോ ദിവസവും പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് അതിവേഗത്തിലാകുന്നു. ചെറിയ നേതാക്കളോ പ്രാദേശിക നേതാക്കളോ അല്ല, മറിച്ച് തലമുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കൾ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അത് മഹാരാഷ്ട്രയിലെ അശോക് ചവാൻ ആയാലും ഏറ്റവും ഒടുവിൽ നിൽക്കുന്നത് നമ്മുടെ കമൽനാഥിലാണ്. മധ്യപ്രദേശിലെ ഒരു കാലത്തെ കോൺഗ്രസിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ്, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന കമൽനാഥ്, നെഹ്റു കുടുംബത്തോടൊപ്പവും ഇന്ദിരാഗാന്ധിയോടൊപ്പവും രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ നേതാവായ കമൽനാഥ് കൂടി കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് BJP പാളയത്തിലേക്ക് എത്തുകയാണ്. മറ്റൊരു നേതാവിൻ്റെ കാര്യത്തിൽ ചില അഭ്യൂഹങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. മനീഷ് തിവാരി, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായ മനീഷ് തിവാരിയും കോൺഗ്രസ് വിട്ടേക്കുമെന്നുള്ള സൂചനകൾ ദേശീയ തലത്തിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാൽ മനീഷ് തിവാരിയുടെ ഓഫീസ് ഇത് തെറ്റായ വാർത്തയാണെന്നും പ്രചരണമാണെന്നും പറഞ്ഞ് വിശദീകരണം നൽകി എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അസ്വസ്ഥരാണ് പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച കോൺഗ്രസിൻ്റെ നടപടിയാണ്. കോൺഗ്രസിൽ ജനാധിപത്യമില്ലെന്നും ചില നേതാക്കൾ, പെട്ടിതാങ്ങികളായ ചില നേതാക്കളാണ് കോൺഗ്രസിൽ തീരുമാനമെടുക്കുന്നതെന്നുമുള്ള ആക്ഷേപം നേരത്തെ ഉയർന്നിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ആ ആരോപണങ്ങൾ പൂർവാധികം ശക്തിയോടെ വരികയാണ്. പ്രത്യേകിച്ച് ജയറാം രമേശ്, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കന്മാരാണ് ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ നേതാക്കന്മാരാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടും സോണിയാഗാന്ധിയെ കൊണ്ടും പല തീരുമാനങ്ങളും എടുപ്പിക്കുന്നത്. ആ തീരുമാനങ്ങളൊക്കെ ചരിത്രപരമായ വിഡ്ഢിത്തമായി മാറുന്നുവെന്നും കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കൾ പോലും വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുകയാണ്. നമുക്കറിയാം കുറച്ചു കാലം മുമ്പ് കോൺഗ്രസിൽ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു. കോൺഗ്രസിലെ തിരുത്തൽവാദികളായ കുറേ നേതാക്കന്മാർ, കപിൽ സിബൽ അടക്കമുള്ളവർ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചു. ഒടുവിൽ AICC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് രാഹുൽ ഗാന്ധി വിട്ടുനിന്നു. അവിടേക്ക് ശശി തരൂർ, മലയാളിയായ ശശി തരൂർ എത്തി. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായോ അനൌദ്യോഗിക സ്ഥാനാർത്ഥിയായോ ആർക്കും മത്സരിക്കാമെന്നും നേതൃത്വം ആരുടെയും പിന്നിലുണ്ടാകില്ലെന്നും കോൺഗ്രസ് പരസ്യമായി പറഞ്ഞു, രാഹുൽ ഗാന്ധി പരസ്യമായി പറഞ്ഞു. അപ്പോഴും കോൺഗ്രസിനെ അടുത്തറിയാവുന്നവർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു: നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ ഒരാൾ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരില്ല. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പാവയായ നിർദ്ദേശങ്ങൾ ശിരസ വഹിക്കുന്ന ഒരാളായിരിക്കും കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക. ചിന്തിച്ചതുപോലെ തന്നെ നടന്നു. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പിനെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. രാജ്യത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കാമെന്നും കോൺഗ്രസിൽ വലിയ തിരുത്തൽ ഉണ്ടാക്കാമെന്നും കരുതിയ ശശി തരൂർ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ച പിന്നീട് നമ്മൾ കണ്ടു. ശശി തരൂരിന് വലിയ തിരിച്ചടി ഭാവിയിൽ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. അങ്ങനെ കോൺഗ്രസിനെ കുടുംബവാഴ്ചയിലേക്ക് തള്ളിവിടുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോഴും തുടരുന്നത്. കോൺഗ്രസിന്റെ നേതൃനിരയെ, രാഹുൽ ഗാന്ധിയെ ഒക്കെ ഉപദേശിച്ച് നശിപ്പിക്കുന്ന ഒരു കൂട്ടം പെട്ടിതാങ്ങികളാണ് കോൺഗ്രസിന്റെ ശാപമെന്ന് കമൽനാഥ് അടക്കമുള്ളവർ പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോഴിതാ മനീഷ് തിവാരിയുടെ കാര്യത്തിലും അസ്വസ്ഥതകൾ നിലനിൽക്കുകയാണ്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയിലൂടെ, ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനം. ഈ കോൺഗ്രസ് പാർട്ടി, ഇത്രത്തോളം ആഭ്യന്തര കലഹം രൂക്ഷമായ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് രാജ്യത്ത് BJP നയിക്കുന്ന NDAയെ എതിരിടുക? ഒരു വലിയ യുദ്ധസന്നാഹത്തോടുകൂടി, പടപ്പുറപ്പാടോടുകൂടി, കാഹളം മുഴക്കിയെത്തുന്ന ഒരു പടയെ എങ്ങനെയാണ് കേവലം ഈ കോൺഗ്രസ് പാർട്ടി ചിഹ്ന ഭിന്നമായി നിൽക്കുന്ന, ഒത്തൊരുമയില്ലാത്ത, ഐക്യമില്ലാത്ത ഈ കോൺഗ്രസ് പാർട്ടി നേരിടാൻ ഒരുങ്ങുന്നത്? എങ്ങനെയാണ് നേരിടുന്നത്? അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ദിവസവും ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിന്നുകൊണ്ട് ഓരോ പുതിയ പ്രഖ്യാപനങ്ങൾ പറയുന്നത്, ഓരോ പുതിയ ലക്ഷ്യങ്ങൾ പറയുന്നത്. BJP 370 സീറ്റ് നേടുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു തള്ളിയവർ ഇപ്പോൾ പറയുന്നു ചിലപ്പോൾ അത് നേടാനുള്ള സാധ്യതയുണ്ട്. NDA 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ചിരിച്ചു തള്ളിയവർ ഇപ്പോൾ പറയുന്നു NDA ചിലപ്പോൾ 400 സീറ്റിലധികം നേടാനുള്ള സാധ്യതയുണ്ട്. കാരണം രാജ്യത്ത് പ്രതിപക്ഷമില്ല.
രാജ്യത്തെ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാത്രമേ ഒരു പ്രതിപക്ഷത്തിന് രാജ്യത്തെ നയിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം ഏവരാലും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഒരിക്കലും കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ നിർണ്ണയിക്കാനോ നിർവചിക്കാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ജനങ്ങൾ ഇപ്പോഴും അല്പമെങ്കിലും വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ വിശ്വാസത്തെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ലാതെ തമ്മിലടിച്ചു പിരിയുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ സഖ്യം എന്നൊരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കി. ആ തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയതിന് ലക്ഷ്യം തന്നെ ഇവരെയെല്ലാം ഒന്നു ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രി കസേരയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് നടന്നെടുക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. എന്നാൽ ആ ലക്ഷ്യവും പാളി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ഈ മുന്നണിയിലെ പല രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചില്ല. പ്രത്യേകിച്ച് മമതാ ബാനർജി അടക്കമുള്ളവർ എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണം. നിതീഷ് കുമാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചില്ല. ഒടുവിൽ ഈ മുന്നണിയിൽ നിന്ന് ആദ്യം പുറത്തു വന്നത് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ NDAക്കൊപ്പം ചേർന്നു, BJPയോടൊപ്പം ചേർന്നു. അതിന് പിന്നാലെ നിരവധി പാർട്ടികൾ, ബീഹാറിലെ രാഷ്ട്രീയ ലോക്ദൾ, എന്തിനേറെ പറയുന്നു, നിരവധി പാർട്ടികൾ രാജ്യത്ത് പല ഭാഗങ്ങളിൽ നിന്നായി കോൺഗ്രസുമായി വിട പറഞ്ഞു. ആം ആദ്മി പാർട്ടി ആകട്ടെ പഞ്ചാബിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് ഉറപ്പായിട്ട് പറഞ്ഞു. അവിടെ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിനെ അടുപ്പിക്കുന്ന കാര്യമില്ലെന്ന് മമതാ ബാനർജിയും വെളിപ്പെടുത്തി. ഇങ്ങനെ 4 കോണുകളിൽ നിൽക്കുന്ന 8 പാർട്ടികൾ ചേർന്ന് തട്ടിക്കൂട്ടുണ്ടാക്കിയ മുന്നണി ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു. എന്നിട്ടും രാജ്യത്തെ BJPയെ ഇപ്പോൾ വലിച്ചു താഴെയിടും, പുതിയ സർക്കാർ ഉണ്ടാക്കും, ഞങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നൊക്കെ വീമ്പ് പറയാൻ മാത്രമേ കോൺഗ്രസിന് കഴിയുന്നുള്ളൂ. കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ അവരുടെ പരാജയം നേരത്തെ സമ്മതിച്ചു കഴിഞ്ഞതാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാനില്ലെന്ന് നരേന്ദ്രമോദി പറഞ്ഞത് വെറും വാക്കല്ല. കോൺഗ്രസ് പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജയിക്കാനുള്ള മണ്ഡലം തേടി ഓടുകയാണ് രാഹുൽ ഗാന്ധി. ഒടുവിൽ അവസാന അഭയം എന്ന നിലയ്ക്ക് വീണ്ടും വയനാട്ടിലേക്ക് എത്തുന്നു. വയനാട്ടിലെ ആന ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ വീടുകളിലെത്തി സഹതാപ തരംഗത്തിൽ പങ്കാളിയാകുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്രയൊക്കെ വഴിയിൽ ഉപേക്ഷിച്ച് ഒടുവിൽ ഒരു സീറ്റെങ്കിലും, ഒരു ലോക്സഭാ സീറ്റിലേക്ക് ജയിച്ചു കയറണമെന്ന ആഗ്രഹത്തോടു കൂടി എല്ലാം ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നു, വയനാട്ടിലെത്തുന്നു. റായ്ബറേലിയിൽ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് സോണിയാഗാന്ധി മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മകൾ പ്രിയങ്ക ഗാന്ധി പോലും റായ്ബറേലിയിലേക്ക് വരാൻ സന്നദ്ധയല്ലത്രേ. ഇതാണ് രാജ്യത്തെ കോൺഗ്രസിന്റെ പരിതാപകരമായ അവസ്ഥ. അല്പമെങ്കിലും ഒരു പ്രതീക്ഷയുള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തവണ 19 സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണ എത്ര സീറ്റ് കിട്ടുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അങ്ങനെ രാജ്യത്തെ ഭരണകൂടത്തെ, രാജ്യത്തെ സർക്കാരിനെ എതിരിടാനാകാതെ, BJPയുടെ നേതൃത്വത്തിലുള്ള NDA എതിരിടാനാകാതെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞ് മത്സരരംഗത്തില്ലാത്ത സാഹചര്യമാണ്, കാഴ്ചയാണ് കോൺഗ്രസിനെ കുറിച്ച് ഇപ്പോഴുള്ളത്.